السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ഞങ്ങളുടെ മഹല്ലിലെ ഖത്തീബും ഇമാമുമായിട്ടുള്ള ഉസ്താദ് എൻ്റെ അഭാവത്തിൽ എനിക്കെതിരെ ദുഷിച്ചു പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പറഞ്ഞത് ശരിയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറ ഹുജറാത്ത് 49-ാമത്തെ സൂറത്തിൽ 12-ാമത്തെ വചനത്തിൽ പറയുന്നു, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ കുറിച്ച് അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയരുത്. നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇറച്ചി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഇറച്ചി തിന്നാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നിങ്ങൾ ഗീബത്ത് പറയരുത് എന്നാണ്. അങ്ങനെ ഗീബത്ത് പറയുന്നതിനെ അള്ളാഹു ഖുർആനിലൂടെ ഹറാമാക്കിയെങ്കിൽ അങ്ങനെ പറയുന്നവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകും. അപ്പോൾ ഈ ഉസ്താദ് എന്നെ കുറിച്ചിട്ട് എൻ്റെ അഭാവത്തിൽ ദുഷിച്ച് പറയുമ്പോൾ ഇസ്ലാമികമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അതിനെ വിട്ടുകളയുകയാണ് വേണ്ടത്, അതിനെ പുറത്തു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അമൽ സാലിഹിൽ നിന്ന് എനിക്ക് അള്ളാഹു വീതിച്ച് തരും. പക്ഷെ ഇവിടെ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല വിഷയം. ഇദ്ദേഹം എനിക്കെതിരെ ദുഷിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശബ്ദരേഖയായിക്കൊണ്ട്, വോയിസ് ക്ലിപ്പായിക്കൊണ്ട് അത് പല ഗ്രൂപ്പുകളിലും പല വ്യക്തികളിലും അതിങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഉസ്താദിന്റെ സെറ്റപ്പും ഉസ്താദിന്റെ പേഴ്സണാലിറ്റിയും കൊണ്ട് അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് 100% ആളുകളും വിശ്വസിക്കും. അപ്പോൾ എന്നെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായം ജനങ്ങളിൽ ഉടലെടുക്കും. അതുകൊണ്ട് അങ്ങനെയല്ല സംഭവം, ഇങ്ങനെയാണ് എന്ന് ക്ലാരിഫൈ ചെയ്തു കൊടുക്കേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഉസ്താദിനോട് വ്യക്തിപരമായിട്ട് എനിക്കൊരു വിദ്വേഷവുമില്ല. ഞാൻ ഇന്നുവരെ ഉസ്താദിന് എതിരെ ഒന്നും തന്നെ എൻ്റെതായി വന്നിട്ട് മുമ്പോട്ട് വന്ന് സംസാരിച്ചിട്ടില്ല. ഉസ്താദ് എന്നെയും എൻ്റെ സഹോദരങ്ങളെയും, അതായത് മുത്തവല്ലി കമ്മിറ്റിയിലുള്ള 9 പേർ, ഞാനടക്കം 10 പേർ, അവർക്കെതിരെയും എൻ്റെ കുടുംബത്തിനെതിരെയും ഉസ്താദ് വിരൽ ചൂണ്ടുമ്പോൾ അങ്ങനെയല്ല വസ്തുത, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം എന്നിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഉസ്താദിനെതിരെ ഞാൻ സംസാരിക്കാനുണ്ടായ കാരണം. ഉസ്താദ് അദ്ദേഹത്തിന്റെ നാവ് ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താണ് എന്നെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കൂടെ തന്നെ ഒന്ന് കേൾക്കാം. നമ്മൾ പറഞ്ഞത് അത് വെള്ളിയാഴ്ച കേട്ട ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. സേട്ടുമാർ ഇത് കഴിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളായി. അവർക്കൊക്കെ പടച്ചവൻ ഹയറും ബറക്കത്തും നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് മുൻഗാമികളായ ഇത് വിശ്വാസികളായ എല്ലാ സേട്ടുമാർക്കും വേണ്ടി ദുആ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ചിലർ എന്ന് പറഞ്ഞത്. എല്ലാവരും ഇല്ല, ചിലര്. ആ ചിലരിൽ പെട്ടാണ് ഇയാളും ഇയാളോടൊപ്പം നിൽക്കുന്ന ആരൊക്കെയുണ്ടവരൊക്കെയും. അപ്പൊ അത് ഇവർക്ക് മൊത്തം പ്രയാസമായി. ഈ മൊത്തത്തിൽ വലിയ ആളാവാൻ വേണ്ടി മൂപ്പര് ചെയ്താണെന്നാണ് പറയണത്. പക്ഷെ അത് അവരുടെ കുടുംബത്തിൽ അവർക്ക് തന്നെ ഇയാൾക്ക് തന്നെ തിരിച്ചടിയായി. അപ്പൊ മൂപ്പര് ഓരോ പുതിയ ന്യായങ്ങളായിട്ട് എടുത്തത് കൊണ്ട് നടക്കണതാണ്. അത് നമ്മൾ അതിന്റെ ഒന്നും അടിക്കല്ല, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. കേട്ടല്ലോ, ഇവിടെ 3 ആരോപണങ്ങളാണ് ഇദ്ദേഹം എനിക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഒന്ന്, വലിയ ആളാവാൻ വേണ്ടിയാണ് അയാൾ അത് ചെയ്തത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് വലിയ ആളാവാൻ വേണ്ടി. എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഞാൻ ഒരു വിളംബരം ചെയ്തു, ഈ വർഷം മുതൽ ഞങ്ങൾ അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ സേട്ട് ട്രസ്റ്റ് ഈ നബിദിനവുമായി സഹകരിക്കുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉസ്താദ് പറയുന്നത്, ഞാൻ അങ്ങനെ വിളംബരം ചെയ്തത് എനിക്ക് വലിയ ആളാകാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദെ, എൻ്റെ കൊക്കിലൊതുങ്ങാവുന്ന അത്ര അള്ളാഹു എന്നെ വലുതാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് വലുതാവണം എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അതിമോഹമാണ്. എത്ര മാക്സിമം എന്നെ വലുതാക്കാൻ കഴിയുമോ അള്ളാഹു എന്നെ വലുതാക്കിയിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇദ്ദേഹത്തിന്റെ 2ാമത്തെ ആരോപണം ഒന്ന് കേൾക്കാം. 2ാമത്തെ ആരോപണം എന്തെന്നാൽ, ഞാൻ അങ്ങനെ വിളംബരം ചെയ്തത് നിങ്ങൾ കേട്ടല്ലോ, അത് ഇയാൾക്ക് തന്നെ തിരിച്ചടിയായി. ഇയാളുടെ കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൽ അത് എനിക്ക് തന്നെ തിരിച്ചടിയായി. ഞങ്ങൾ നബിദിനവുമായി സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഒന്നാമതായിട്ട് ഉസ്താദ് മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ കുടുംബ വിഷയങ്ങൾ അത് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലോ വ്യക്തികളിലോ സർക്കുലേറ്റ് ചെയ്യാൻ ആരാണ് ഉസ്താദിന് അധികാരം നൽകിയത്? ഞങ്ങളുടെ കുടുംബ വിഷയങ്ങൾ ഞങ്ങളിലേക്ക് വിട്ടേക്ക്, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാം.
ഞങ്ങളുടെ കുടുംബ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് സെറ്റ് ബാക്ക് ഉണ്ടായി, അതെനിക്ക് തിരിച്ചടിയായി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. 107 മെമ്പർമാരുടെ മുത്തവല്ലിയാണ് ഞാൻ, അവരുടെ നേതാവാണ് ഞാൻ. അൽഹംദുലില്ലാ, അത് അള്ളാഹു ആണ് എന്നെ ആക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് 7 പേരാണ് അരിയായിട്ടും ഇറച്ചിയായിട്ടും പൈസയായിട്ടും കൊടുത്തിട്ടുള്ളത്. 100 മെമ്പർമാർ എൻ്റെ കൂടെ തന്നെയാണ്. 100 മെമ്പർമാർ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്ത് തിരിച്ചടിയാണ് ഉസ്താദേ ഉള്ളത്? ഇനി പറയുമ്പോൾ തിരിച്ചടി എന്ന് പറയേണ്ട, മറിച്ചടി എന്ന് പറഞ്ഞാൽ മതി. ഇത്തരത്തിൽ ഒരു കുടുംബത്തെ അവഹേളിക്കുന്നത് ശരിയല്ല ഉസ്താദ്. അപ്പൊ മൂന്നാമതായിട്ട് ഉസ്താദ് എനിക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള വിമർശനം എന്തെന്നാൽ, അങ്ങനെ തിരിച്ചടി എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തിരിച്ചടി വന്നപ്പോൾ ഞാൻ മുട്ടുന്യായങ്ങളുമായി വന്നിരിക്കുകയാണ്. അപ്പൊ അത് ഇവർക്ക് മൊത്തം പ്രയാസമായി. ഈ മൊത്തത്തിൽ വലിയ ആളാവാൻ വേണ്ടി മൂപ്പര് ചെയ്താണെന്നാണ് പറയണത്. പക്ഷെ അത് അവരുടെ കുടുംബത്തിൽ അവർക്ക് തന്നെ, ഇയാൾക്ക് തന്നെ തിരിച്ചടിയായി. അപ്പൊ മൂപ്പര് ഓരോ പുതിയ ന്യായങ്ങളായിട്ട് എടുത്തത് കൊണ്ട് നടക്കണതാണ്. അത് നമ്മൾ അതിന്റെ ഒന്നും അടിക്കണ്ട, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. എന്റെ പൊന്നുസ്താദ്, എനിക്ക് മുട്ടുന്യായങ്ങൾ പറയുന്ന ഒരു പരിപാടി എനിക്ക് അറിയേയില്ല. നിങ്ങളെ ആവശ്യമില്ലാതെ മുത്തവല്ലി അങ്ങനെ, മുത്തവല്ലി കമ്മിറ്റി ഇങ്ങനെ, ഇവർ കുടുംബക്കാർ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിന് ഞാൻ മറുപടി പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എനിക്കൊരു മുട്ടുന്യായങ്ങളുടെയും ആവശ്യമില്ല. ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സാക്ഷി നിർത്തി സത്യം പറയുകയും ഓരോ വാക്കുകളും ഹദീസും ഖുർആനും പറയുമ്പോഴൊക്കെ അതിന് നമ്പറടക്കം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറാണുള്ളത്. ഇനി ഉസ്താദ് പറഞ്ഞ ഒന്നാമത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വലിയ ആളാകാൻ വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് ഉസ്താദ് പറയുന്നുണ്ടല്ലോ. അള്ളാഹ് സുബ്ഹാനഹു വ തആല എൻ്റെ കൊക്കിൽ ഒതുങ്ങാവുന്ന അത്ര അള്ളാഹ് എന്നെ ആളാക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അതിമോഹമാണ്. അള്ളാഹു എങ്ങനെയാണ് ആളാക്കിയിട്ടുള്ളത് എന്നെ എന്ന് ഞാൻ പറയാം. അത് ഞാൻ പറയാൻ കാരണം ഒരു വലിപ്പം കാണിക്കാനല്ല. സൂറ ദുഹാ സൂറത്തിന്റെ അവസാനത്തെ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു എങ്ങനെ എന്നെ ആളാക്കി എന്ന് ഞാൻ ഉസ്താദിന്റെ അറിവിലേക്ക് വേണ്ടി പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത്, ഈ ആയത്തിനെ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നത്, നമ്മൾ നമ്മളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച്, അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് അള്ളാഹു എനിക്കും ഇങ്ങനെ തരണമേ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഒരു ദുആ വരും. ചിലര് ആകാശത്തേക്ക് കൈ ഉയർത്തും. അള്ളാഹുവിനെ കുറിച്ച് അവരുടെ മനസ്സിലൊരു ബോധം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മെയിനായിട്ട്. ഇസ്മായിൽ സേഠ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചേറ്റുവായുടെ മണ്ണിൽ, ഞാൻ ചേറ്റുവായുടെ മണ്ണിൽ എന്ന് പറയാൻ കാരണം, അന്നൊക്കെ ഞാനൊക്കെ ജനിച്ചത് വീട്ടിലാണ്. എല്ലാവരും അന്ന് കാലത്തുള്ള പഴയ ജനറേഷനുകളൊക്കെ ജനിക്കുന്നത് അവരവരുടെ വീടുകളിലാണ്. പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് വയറ്റാട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ വരും, ഒരു മിഡ് വൈഫ് നേഴ്സ്, അവരാണ് വന്ന് പ്രസവം എടുക്കുക. അപ്പോൾ ഇസ്മായിൽ സേഠ് എന്ന് പറയുന്ന വ്യക്തിക്ക് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു മകൻ ഭൂജാതനായി ചേറ്റുവായിൽ വീട്ടിനകത്ത്. ഈ അബ്ദുൽ ലത്തീഫ് സേഠ് എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, അദ്ദേഹത്തെ ബുദ്ധ സേഠ് എന്ന് പറയണം, എന്നാലേ അറിയുകയുള്ളൂ. അപ്പോൾ ഈ ബുദ്ധ സേഠിന് 14 മക്കളുണ്ടായി. അദ്ദേഹത്തിന് 600 ഏക്കർ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു, സ്വത്തുക്കളും ഉണ്ടായിരുന്നു. ഈ 14 സന്താനങ്ങളിൽ, ആൺ സന്താനങ്ങളിൽ ഒന്നാമത്തേത് മുഹമ്മദ് കാസം സേഠ് എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, അദ്ദേഹത്തിന് ജാനി സേഠ് എന്ന് പറയാം. ജാനി സേഠ് എന്ന് പറഞ്ഞാലേ അറിയുകയുള്ളൂ. ജാനി സേഠിന് ശേഷം രണ്ടാമത്തെ മകനായിട്ട് ഭൂജാതനായത് ഹസൻ സേഠിന്റെ വാപ്പ. അദ്ദേഹവും വീട്ടിനകത്ത് തന്നെയാണ്. ഈ 14 മക്കളും ആ മക്കളുടെ സന്താനങ്ങളും ഒക്കെയും വീട്ടിൽ തന്നെയാണ്, ചേറ്റുവാല് വീട്ടിൽ തന്നെയാണ് പ്രസവിക്കപ്പെട്ടത്. അങ്ങനെ ഞാൻ ചേറ്റുവായിൽ ഭൂജാതനാകുന്നു ഹസൻ സേഠിന്റെ മകനായിട്ട്. ബുസ്താനൂരുൽ മദ്രസ, അവിടുത്തെ വിദ്യാഭ്യാസം, ഖാലിദ് മുസ്ലിയാർ, കുഞ്ഞോമദ് മുസ്ലിയാർ, അബ്ദുള്ള കുട്ടി മുസ്ലിയാർ, ഔറുക്ക, അലി മുസ്ലിയാർ, ഇങ്ങനെ പലരുടെയും ശിക്ഷണത്തിൽ ചേറ്റുവായ മദ്രസയിലാണ് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ തുടക്കം. അത് കഴിഞ്ഞ് ചേറ്റുവ GMLP സ്കൂളിൽ പഠിക്കുന്നു. 4ാം ക്ലാസ് വരെ ഉള്ളു വന്ന്. 5ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് സ്കൂളിൽ പോയി ചേരുന്നു. 10ാം ക്ലാസ് പാസ്സാകുന്നു. അതിനുശേഷം തൃശ്ശൂർ സെന്റ് അലൂഷ്യസ് കോളേജിൽ ചേരുന്നു. സെന്റ് അലൂഷ്യസ് കോളേജിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കടപ്പുറത്തുള്ള ഒരു കക്ഷി ഞങ്ങളുടെ
കുടുംബ സ്വത്തിൽ നിന്ന് കുറച്ച് സ്വത്ത് വാങ്ങിക്കുകയുണ്ടായി. വാപ്പ സേട്ടിൻ്റെ അടുത്തു നിന്നാണ്. എൻ്റെ വാപ്പാടെ അടുത്ത് വന്നിട്ട് ഈ സ്വത്ത് വഖഫിൽപ്പെട്ടതാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. വന്ന സമയത്ത് എന്നെ കാണുന്നു. ഇയാൾക്കൊരു വിസ ഞാൻ നൽകാം, ഇവിടെയൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്, ഖത്തറിൽ വരികയാണെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് അദ്ദേഹം ഒരു ഓഫർ കൊടുത്തു. ഫ്രീ ഓഫറല്ല, അതിന് വിലയും കൊടുക്കണം, 20,000 രൂപ. അങ്ങനെ എൻ്റെ വാപ്പ സമ്മതിച്ചു. എന്നോട് പറഞ്ഞ് പഠിപ്പിച്ചതൊക്കെ മതി, നീ പോ, എല്ലാവരും പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് ഊതിക്കെടുത്തിയിട്ട് അതിൻ്റെ കരിഞ്ഞ ഭാഗം കൊണ്ട് മീശ വരക്കുന്ന ഒരു പ്രായത്തിൽ 20 വയസ്സുള്ളപ്പോൾ ഞാൻ ഖത്തറിലെത്തി. 50 വർഷം പ്രവാസിയായിരുന്നു. ഇപ്പൊ 70 വയസ്സ്. 3 സന്താനങ്ങളുണ്ടായി. ആ 3 സന്താനങ്ങളും KG ക്ലാസ് മുതൽ ഗ്രാജുവേഷൻ വരെ ഖത്തറിൽ തന്നെ. മോൾ 2 ആണും 1 പെണ്ണും. മോള് കുറച്ച് പ്രതികരണശേഷി കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. മോൾക്ക് പോലീസ് ഓഫീസർ ആകണം, അല്ലെങ്കിൽ വക്കീലാവണം. ഈ 2 പ്രൊഫഷനിൽ കൂടിയാണ് പ്രതികരണശേഷി നിലനിർത്താൻ കഴിയൂ എന്ന് ചിന്തിച്ചിരുന്നത് കൊണ്ടാണ് മോള് ബാംഗ്ലൂർ വന്ന് രാമയ്യ കോളേജിൽ ചേർന്ന് നിയമബിരുദം നേടി. എൻ്റെ 3 മക്കളും പേരക്കുട്ടികളും അവരുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു വില്ലയിലാണ് താമസം, മുകളിലും താഴെയായിട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ ഉസ്താദ് എനിക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണം എന്തെന്നാൽ ഞാൻ ആളാവാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിന് ഉസ്താദെ ഞാൻ ആളാവാൻ ശ്രമിച്ചിട്ടില്ല. അവസരോചിതമായി സാന്ദർഭികമായി അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ ഖളാ ഖദറിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കൊക്കിൽ ഒതുങ്ങാവുന്ന അത്ര വലിയ ആള് എന്നെ അള്ളാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖത്തറിൽ അള്ളാഹു എന്നെ ആളാക്കിയ ഒരു വിഷയം കൂടി പറയാം. അതെങ്ങനെയെന്നാൽ ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് ചേറ്റുവായിലുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ഞാനും കൂടിയിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ ചേറ്റുവ മുസ്ലിം വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റിക്ക് നമ്മൾ രൂപകൽപ്പന നൽകുകയുണ്ടായി. ആ കമ്മിറ്റി വന്ന അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ ഒരു ഭാരവാഹിയാണ് ഞാൻ. തുടക്കത്തിൽ പ്രസിഡന്റായും പിന്നീട് ചെയർമാനായും പിന്നീട് അഡ്വൈസറി ബോർഡ് മെമ്പറായും ഇന്നും എൻ്റെ ഭാരവാഹിത്വം അഡ്വൈസറി മെമ്പർ എന്ന നിലക്ക് തുടരുന്നു. എപ്പോഴൊക്കെ ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്നുവോ അപ്പോഴൊക്കെ എൻ്റെ ഒരു മതപ്രഭാഷണം ഉണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനങ്ങളോട് സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ട് അവിടെയും എനിക്കൊരു അവസരം അള്ളാഹു ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്തെന്നാൽ ഈ പള്ളിയും ഈ പരിസരവും ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്മിറ്റിയും ഒക്കെ എൻ്റെ സ്പന്ദനമാണ്, എൻ്റെ മനസ്സിടിപ്പാണ്. ഈ പള്ളിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കുളം റിപ്പയർ ചെയ്യുന്ന വിഷയത്തിലും പള്ളിക്കാട് വെട്ടി വൃത്തിയാക്കുന്ന വിഷയത്തിലും ഫാൻ ഇടുന്ന വിഷയത്തിലും കമ്പ്യൂട്ടറൈസ് ചെയ്യുന്ന വിഷയത്തിലും ഒക്കെ നമ്മൾക്ക് വരുന്ന അപേക്ഷകളിൽ നമ്മൾ തീരുമാനമെടുക്കുകയും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ പള്ളിക്ക് വേണ്ടിയും ഈ പള്ളിക്ക് ചുറ്റും താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഈദിന്റെ പൈസയും മറ്റുള്ള കാര്യങ്ങളും ഓരോരുത്തരുടെ പാവപ്പെട്ടവരുടെ കല്യാണത്തിനും വീട് നന്നാക്കേണ്ട ആവശ്യങ്ങൾക്കും ഒക്കെ ഈ കോൺട്രിബ്യൂഷനൊക്കെ നൽകുമ്പോൾ അതിൽ എൻ്റേതായിട്ടുള്ള ഒരു സംഭാവന, എൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷനും ഉണ്ടാകും. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച് നാട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകിയിട്ടുണ്ട്. ഞാൻ പറയുന്നതിന് എതിരെ വാളെടുക്കുന്ന ഈ മനുഷ്യരൊക്കെ ഞാൻ സത്യാവസ്ഥ തുറന്നു പറയുമ്പോൾ ദേ ധ്രുവീകരണം നടക്കുന്നു, ദേ ഇവിടെ തല്ലുപിടിക്കുന്നു എന്നൊക്കെ പറയുന്നവർ എന്താണ് നാടിന് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്നവരൊന്ന് വിലയിരുത്തട്ടെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഈ നാടും ഈ നാട്ടുകാരും ഇവിടുത്തെ ചുറ്റുപാടുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സ്പന്ദനമാണ്. അതിലൊരു വ്യത്യാസവും വരികയില്ല. നമ്മൾ നേർക്ക് നേരെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആശയപരമായിട്ട് വിനിമയം നടത്തൂ, ആശയപരമായി നിങ്ങൾക്കുള്ള അഭിപ്രായം പറയും, ഞാനതിനെ ബഹുമാനിക്കും. എന്നാൽ നമ്മൾ മതപരമായിട്ടുള്ള വിഷയങ്ങൾ മാറ്റി നിർത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ ഏകോദര സഹോദരങ്ങൾ തന്നെയാണ്. അവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇതാണ് ഈ വിഷയമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഉസ്താദേ, എനിക്ക് അള്ളാഹു വേണ്ട രീതിയിലേക്ക് ആളാകാനും മാത്രം എനിക്ക് സൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ അതിൽ ഒരു റോളുമില്ല, എൻ്റെ ഒരു കഴിവുമില്ല എന്ന് ഞാൻ ഉസ്താദിനോട് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഉസ്താദെ നിങ്ങളൊന്ന് പറയൂ, ഇതിലും വലിയ ആളാവണം ഒരാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആകാൻ പറ്റുക? ഇതിലും വലിയ ആളാകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ 2 ഭവനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി
എനിക്ക് അള്ളാഹു നസീബ് തന്നു, ഭാഗ്യം തന്നു. ആ ഭാഗ്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എൻ്റെ ബിസിനസ്സുകൾ ഖത്തറിലുള്ളത് മാംഗ്ലൂർക്കാരനായ എൻ്റെ മാനേജർ അലക്സ് എന്ന് പറയുന്ന വ്യക്തിയെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേരക്കുട്ടികളുടെ ചിരിയും കളിയും എൻ്റെ ബിസിനസ്സിൻ്റെ നഷ്ടങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഭവനമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംതൃപ്തിയും സന്തോഷവും അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉസ്താദ് ദയവ് ചെയ്ത് എൻ്റെ പേഴ്സണലായിട്ടും എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചും എൻ്റെ കുടുംബക്കാരെക്കുറിച്ചും ദയവ് ചെയ്ത് പരാമർശിക്കാതിരിക്കുക. എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനവും ആദരവും ഒക്കെ തന്നെയാണ്. നിങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി വരാൻ ഇരിക്കുന്ന എന്നെ നിങ്ങൾ ഇത്തരത്തിൽ തേജോവധം ചെയ്യുന്ന വർത്തമാനമൊക്കെ പറയുമ്പോൾ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി ഞാൻ ഉസ്താദിനോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.